ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോഴൊന്നുള്ള ലഞ്ച് റെസിപ്പിയല്ല, നമ്മൾ നോമ്പിനൊക്കെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനുള്ളൊരു സമയം കിട്ടിയത്. പിന്നെ ഇതിനിടയ്ക്ക് നോമ്പൊക്കെ ആയ സമയത്ത് നമ്മൾ പിന്നെ ഒരു റമദാൻ സീരീസ് ആണല്ലോ കാണിച്ചുകൊണ്ടിരുന്നത്, അന്നത്തെ ആ ഒരു വ്ളോഗാണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ കിടപ്പുണ്ടായിരുന്നേ. വിചാരിച്ചിരുന്നു എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് അതങ്ങ് ഇടാം. അപ്പോൾ നെയ്മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനതൊക്കെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈക്കും കറിക്കും പിന്നെ ബാക്കിയുള്ളത് കുറച്ചൊക്കെ ഒന്ന് ഫ്രീസറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ടേ. പിന്നെ മരിച്ചിന് ഇതുപോലെ ഒന്ന് കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചിട്ട് കറിയൊക്കെ, അതായത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട്. പിന്നെ ഇതാ ക്യാബേജും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതും ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ഒരു ക്യാബേജ് എപ്പോഴും അരിഞ്ഞെടുത്തതിന് ശേഷം കേട്ടോ കഴുകിയെടുക്കുന്നത്. പിന്നെ ചോറ് ഓൾറെഡി കുക്കറിൽ ഞാൻ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മരിച്ചിനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 3-4 തവണ കഴുകിയെടുക്കും. എന്നിട്ട് ഞാൻ അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ ഒരു ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മീൻ എടുത്തിട്ടുണ്ടേ. അതിലേക്ക് മഞ്ഞളും ഉപ്പും പെരിഞ്ജീരകവും മുളക് പൊടിയും കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം മസാല പിടിക്കാനായിട്ട്. ഇനി ഒരു തോരൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൺചട്ടിയാണ് കേട്ടോ ഇത്. അതൊന്ന് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ക്യാബേജും ക്യാരറ്റും പിന്നെ പകുതി സവാളയും 1-2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് നമ്മളിനി എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളിയും ഒരു 10-15ഓളം ചെറിയുള്ളി 1-2 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമല്ല. ചെറിയൊരു പീസ് ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുഴുവൻ പെരിഞ്ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഉലുവ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം ആ ഒരു പെരിഞ്ജീരകം ചേർത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള കുരുമുളകാണേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. ആ ഒരു പാകം എത്തുന്നവരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ്, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറിന് കേട്ടോ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല. അതിൽ നിന്നൊരു 1-2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം. നമ്മളെടുക്കുന്ന മീനിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണേ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ചുവന്ന് മാറി വരണവരൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ആ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മരിച്ചിനെ ഒന്ന് റെഡിയായി വന്നു. പിന്നെ ഞാൻ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്കുള്ള അരപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും 1-2 പച്ചമുളക് ചേർത്തിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു ഊറ്റിയെടുത്തുള്ള മരിച്ചിനിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് തോരന് വേണ്ടിയിട്ടും മരിച്ചിനിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ചതച്ചെടുത്താണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇപ്പം ഒരു വേവിച്ച് വെച്ചിട്ടുള്ള മരിച്ചിനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്ന് ഉടച്ചൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. അതായത് ആ ഒരു ഉപ്പൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള അരപ്പിൻ്റെ ഒരു പച്ച ചോയ്ക്കൊന്ന് മാറി വരണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അത് നമ്മുടെ തോരന് നേരത്തെ ക്യാബേജ് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഏകദേശം ഒന്ന് റെഡിയാൻ വന്നിട്ടുണ്ടേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളവും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ ക്യാബേജും ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത്രയും തന്നെ കേട്ടോ. നമ്മൾ ആ ഒരു മരിച്ചിൽ ചേർത്ത് അതേ സെയിം കൂട്ട് തന്നെയാണ്. അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തിയെല്ലാം വെച്ചിട്ട് അടച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വീണ്ടും വയ്ക്കാം. അപ്പോൾ ഒരു അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ആ മരിച്ചിന് തിളച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ.
മരിച്ചിന് ഓൾറെഡി നന്നായിട്ട് വെന്ത് വന്നുകൊണ്ട് തന്നെ അന്നേരം നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. തിളച്ച് തുടങ്ങിയതിലേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. ഒന്ന് അടച്ച് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു മീൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ, അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചിനൊന്ന് തിളച്ചൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മരിച്ചിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മീൻ കറി വെക്കാനുള്ള ഒരു ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ്, ഒരു കുറച്ച് പീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ തലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ബാക്കി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 15 തൊട്ട് 18 പീസ് വരെയൊക്കെ മീനിന് പറ്റിയൊരളവാണ് കേട്ടോ ഈ ഒരു കറി. പിന്നെ തലയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് നമുക്കിനി ചേർത്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ട്രിവാൻഡ്രംകാരുടെ പുളിമുളക് എന്ന് പറയുന്ന ഒരു മീൻ കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ ചെന്ന് വറുത്തിട്ട് ചേറുണ്ട്. ഈ ഒരു ഇട്ട മസാലയെല്ലാം നമ്മൾ ഫ്രഷായിട്ട് ഒന്ന് എണ്ണയിലൊന്നും വഴിച്ചാതെ ഡയറക്റ്റായിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് പിന്നെ അതിലേക്ക് പുളി ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കി എടുക്കാറുണ്ട് കേട്ടോ. അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇങ്ങനെ കറി വയ്ക്കുമ്പം ഇതിന് വേറൊരു ടേസ്റ്റ്. എന്നിട്ട് ആ ഒരു കറിയിലെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മീനും കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള. പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് അരിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ആദ്യമേ കൊണ്ട് ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ചേർത്തിട്ട് ഒന്ന് തിളച്ചിടുമ്പോൾ കറിയിൽ നിന്ന് നമുക്ക് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ആ ഒരു അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിനിടയ്ക്ക് ഇത് തോരനും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റായിട്ട് ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും നല്ലതായിരിക്കും. തോരനൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നന്നായിട്ട് തന്നെ ഒരു എണ്ണ ചൂട് വരുന്ന സമയത്ത് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ആ ഒരു മസാല പുരട്ടുന്ന സമയത്ത് ചേർത്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിനിടയ്ക്ക് മീൻ കറി ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുളക് കറി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അതൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കറിയും ഫ്രൈക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് ഒരു ഒഴിച്ച് കറി കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് 2 പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, 3/4 കപ്പോളം നല്ലോണം പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഒരു ചെറിയൊരു മൺചട്ടി വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ ചേർത്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു തൈരിൻ്റെ ആ ഒരു വെള്ളം മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തെടുക്കാം. നമ്മൾ തൈര് ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കറി തിളപ്പിച്ചെടുക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് നമുക്കിതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു വെള്ളക്കറി അല്ലെങ്കിൽ ആ ഒരു ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെയിം കറി നമുക്ക് പുളി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാറുണ്ട് തൈരിന് പകരമായിട്ട്. പിന്നെ മോന് ലഞ്ച് കൊടുത്തു വിടണമായിരുന്നു. അതിനുള്ള ലഞ്ച് ഞാൻ ഒന്ന് പാക്ക് ചെയ്യുന്നതാണ്. അവൻ്റെ ലഞ്ച് ബോക്സിലോട്ട് മട്ടേരി ചോറും മരിച്ചിരി വേവിച്ച് ഉടച്ചതും തോരനും പിന്നെ മീൻ പൊരിച്ചതും ഒരു ഫിഷ് കറി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഒഴിച്ച് കറി വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മുളക് കറി തയ്യാറാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി തയ്യാറാക്കി എടുക്കാറുണ്ട്. അതായത് ഈ തേങ്ങ അരച്ചിട്ട് തൈര് വെച്ചിട്ടുള്ളൊരു കറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു റീലെടുക്കുന്നതാണ്. ഒരു പ്ലേറ്റിലോട്ട് ഞാൻ കുറച്ച് മരിച്ചിനിയും പിന്നെ ആ ഒരു കറിയിൽ ഇട്ടിട്ടുള്ള തല ഉണ്ടല്ലോ, തലയും മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഫിഷ് ഫ്രൈ ഒക്കെ വെച്ചിട്ട് ചെറിയൊരു റീലെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആ ഒരു ലഞ്ച് വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു റെസിപ്പിയും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.